ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ കൃഷിപ്പണിയെ കാണിച്ചു തരാം. ഇതെൻ്റെ മീൻകുളമാണ്. ഒരു 300 മീൻ കിടപ്പുണ്ട് ഇത്. പിന്നെ ഇതെൻ്റെ പിന്നെയുള്ളത് മെയിനായിട്ടുള്ളത് പറമ്പിലൊത്തിരി കൃഷിയുണ്ട്. ഇത് കൂടാതെ പിന്നെ ചെയ്തേക്കുന്നത് നമ്മുടെ ഹൈഡ്രോപോണിക്സിൻ്റെ വെർഷൻസാണ്. ഹൈഡ്രോപോണിക്സിൻ്റെ എല്ലാ വെർഷൻസും ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. നേരെ കാണുന്നത് ഹൈഡ്രോപോണിക്സിൻ്റെ ഒരു ടവർ മോഡലാണ്. അതിൽ ഞാൻ പാലക്ക്, ചീര, ലെറ്റൂസൊക്കെയാണ് വെച്ചിരിക്കുന്നത്. ഒരു പ്രാവശ്യം വെച്ചായിരുന്നു, അതുണ്ടായിരുന്നു. ഇപ്പോൾ രണ്ടാമത് പിന്നെയും വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഡച്ച് ബക്കറ്റ് സിസ്റ്റമാണ്. ഡച്ച് ബക്കറ്റ് ഏതാണ്ട് 15 ബക്കറ്റാണ് വെച്ചിരിക്കുന്നത്. അതിൽ ഇത്രയല്ലേ വെച്ചിട്ടുള്ളൂ. ഇനിയൊരു 8-9 ബക്കറ്റിൽ തക്കാളി വെക്കാനാണ് ഇന്ന് വെക്കണം എന്ന് വിചാരിക്കണം. ഇതാണ് പിന്നെ എൻ്റെ NFT. ഇതാണ് NFT. ഞാൻ ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ പല സൈസ് ചോദിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ പലതും വെക്കാൻ പാടില്ലാത്തതാണ്. ഞാനിപ്പോൾ ഇതിൽ പലതും വെച്ചിട്ടുണ്ട്. എന്താ സംഭവിക്കണമെന്ന് അറിയാൻ വേണ്ടി. പാലക്ക് വെച്ചിട്ടുണ്ട്, ലെറ്റൂസ് വെച്ചിട്ടുണ്ട്, അതുപോലെ പുതിന വെച്ചിട്ടുണ്ട്, പൊന്നാങ്കണ്ണി ചീര വെച്ചിട്ടുണ്ട്, ക്യാപ്സിക്കം വരെ വെച്ചിട്ടുണ്ട്. അതിൽ ക്യാപ്സിക്കയിൽ ഒരു 3-4 ഉണ്ടായി. ഇനിയിപ്പോൾ 2 ബാക്കിയില്ല. ഇല്ല, വീണ്ടും പൂ വിരിയുന്നുണ്ട്. അത് ഞാൻ കളഞ്ഞിട്ടില്ല. അത് പൂ വിരിയുന്നുണ്ട്, അത് കളഞ്ഞിട്ടില്ല. ഇതാണ് ലെറ്റൂസ്. ഇത് ലെറ്റൂസാണ്. ഇത് പാലക്ക് ചീരയുണ്ട്, പുതിനയുണ്ട്. ഇതും ക്യാപ്സിക്കം തന്നെയാണ്. ഈ ടവർ നമ്മളിവിടെ തന്നെ ഉണ്ടാക്കിയതാണ്, വാങ്ങിയതല്ല കേട്ടോ, നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ്. ഇത് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സാധനമാണ്. ഇതിൻ്റെ ഉള്ളൊരു മോട്ടറുണ്ട്. ആ മോട്ടർ ഓരോ 10 മിനിറ്റിൽ 1 മിനിറ്റ് വെള്ളം ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് നമ്മൾ പെർലൈറ്റും ചകിരിച്ചോടെ മിക്സ് വെച്ചാണ് നമ്മുടെ ഈ ബാഗുകൾ നിറയ്ക്കാനായിട്ട് വെച്ചിരിക്കുന്നതാണ്. ഇതുകൂടാതെ എൻ്റെ എയറോപോണിക്സ് ഉണ്ട്. ഇതാണ് എയറോപോണിക്സ് തക്കാളി നട്ടക്കണം. എയറോപോണിക്സ് എന്ന് പറയുമ്പോൾ നമ്മളിതിൻ്റെ അടിയിലൊരു ടാങ്കാണ്. ആ ടാങ്കിൽ നമ്മൾ ന്യൂട്രിയൻസ് എല്ലാം കലക്കി വെച്ചിട്ടുണ്ട്. അത് ഓരോ മണിക്കൂർ 10 മിനിറ്റ് ഇതിൽ സ്പ്രേ കൊടുക്കണം. വേരിലേക്ക് സ്പ്രേ കൊടുക്കണം. വേരുണ്ടായിക്കാണല്ലോ, ഈ വേരിലേക്ക് നമ്മൾ സ്പ്രേ മാത്രമാണ് കൊടുക്കുന്നത്. ന്യൂട്രിയൻസ് ആണ് കാണുന്നത്. എൻ്റെ ഈ പോളിഹൗസ് കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യുന്ന ഈ സിസ്റ്റം വഴിയാണ്. പിന്നെ ഇതിനകത്ത് TDS മോണിറ്റർ ചെയ്യാനുള്ള സെൻസറുണ്ട്. വെള്ളത്തിൽ വളത്തിൻ്റെ അളവ് അറിയാൻ പറ്റും. ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ചെറിയ ഒരു ടെസ്റ്റ് പോളിഹൗസ്. ഇതിനകത്ത് ഈ പറഞ്ഞാൽ ഒരു വലിയ കൊമേഴ്ഷ്യൽ ഫാമൊന്നുമല്ല. എനിക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ചെയ്തേക്കുന്ന കുറേ വർക്കുകൾ മാത്രമേ അതിനകത്തുള്ളൂ. ഓക്കെ, താങ്ക് യു.